ദുരിതം കുത്തിപ്പെയ്യുന്ന കാലവർഷം മലബാറിൽ തീർക്കുന്നത് കൊടും കെടുതിയാണ്. മലപ്പുറത്തെ കനത്ത മഴയിൽ 2 കുരുന്നുകൾക്ക് ജീവൻ നഷ്ടമായി. കൊണ്ടോട്ടിയിൽ 4 വയസ്സുകാരനും വണ്ടൂരിൽ 2.5 വയസ്സുകാരനുമാണ് മരിച്ചത്. നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി. പാലക്കാട് മണ്ണിടിഞ്ഞും മതിലിടിഞ്ഞും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ ജില്ലയിലെ 2 ഡാമുകൾ ഷട്ടർ ഉയർത്തി. കാസർഗോഡ് മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതായി തയ്യേനിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്തിൽ കനത്ത കാലവർഷം മലബാർ മേഖലയെ അക്ഷരാർത്ഥത്തിൽ കെടുതിയിൽ മുക്കി. കനത്ത മഴയെ തുടർന്ന് പുഴകളിൽ വെള്ളം കയറിയും മണ്ണിടിഞ്ഞും മനുഷ്യജീവൻ നഷ്ടമായി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നീറോട്ടുതോടിന്റെ കരയിലൂടെ നടക്കുകയായിരുന്ന 4 വയസ്സുകാരൻ ആദം ഐമൻ കാൽവഴുതി തോട്ടിൽ വീണാണ് മരിച്ചത്. നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വണ്ടൂരിലെ തിരുവാലി സ്വദേശി തസ്ലിമ ഭാനുവിന്റെയും അബ്ദുൽ മുനീറിന്റെയും മകൻ 2.5 വയസ്സുകാരൻ അബ്ദുൽ മുഹൈനും ഒഴുക്കിൽപ്പെട്ടാണ് ജീവൻ നഷ്ടമായത്. ഇടിച്ചു കുത്തിപ്പെയ്ത മഴയിൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വീടുകൾ പോലും അപകട ഭീഷണിയിലായി. കനോട് വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. അപകടത്തിൽ വീട്ടമ്മയുടെ കാൽ മണ്ണിൽ കുടുങ്ങി. വടക്കേ മണ്ണയിൽ മണ്ണിടിഞ്ഞ് മലപ്പുറം കോട്ടക്കൽ പാതയിൽ 4 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചാലിയാറിലും കടലുണ്ടിപ്പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. അതിതീവ്ര മഴ പെയ്യുന്ന പാലക്കാട് ജില്ലയിലും രൂക്ഷമാണ് കെടുതി. ജലനിരപ്പ് അപകട നില കടന്നതോടെ മംഗലം കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. വെള്ളം പൊങ്ങിയതോടെ വെള്ളിയാർ പുഴയ്ക്ക് കുറുകെയുള്ള മണ്ണാർക്കാട് കണ്ണംകുണ്ട് പാലം മുങ്ങി. വിവിധയിടങ്ങളിൽ വീടിന്റെ മതിലിടിഞ്ഞും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി. അലനല്ലൂരിലും അത്താണിപ്പടിയയിലും മണ്ണാർക്കാടും വീടുകളുടെ മതിലിടിഞ്ഞു വീണു. അപകടങ്ങളിൽ നിന്നും വീട്ടുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുതുപ്പള്ളിത്തെരുവിൽ വീട് പൂർണ്ണമായും തകർന്നു. പാലക്കാട്ടെ മലയോര മേഖലയിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. മഴ ശക്തമായി തുടരുന്നത് ആശങ്കയെന്ന് നാട്ടുകാർ. കാസർഗോഡിന്റെ മലയോര മേഖലയെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ചിറ്റാരിക്കാലിൽ നാടിനെ വിറപ്പിച്ച് മലവെള്ളപ്പാച്ചിലുണ്ടായി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് അപകട കാരണമെന്നാണ് വിവരം. മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രക്ഷുബ്ധമായ കടൽ കാസർഗോഡ് തീരങ്ങളിലും കനത്ത ദുരിതം വിതയ്ക്കുകയാണ്. കോയിപ്പാടി കടപ്പുറത്ത് രൂക്ഷമായ കടലാക്രമണം റിപ്പോർട്ട് ചെയ്തു. വലിയ ആശങ്കയിലാണെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശവാസികളും. പേടിച്ച് നിന്നിട്ടുണ്ട്. മക്കളും വലിയവരാരുമില്ല, അവരെല്ലാം പുറത്ത് പണിക്കും കാര്യത്തിനെല്ലാം പോയിട്ടുണ്ട്. ഞാനും എൻ്റെ മക്കളും കഴിയാത്തൊരനുജനും മാത്രമേ വീട്ടിലുള്ളൂ. കടൽ അങ്ങനെ കൂടി കൂടി വരുന്നു, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. വേലികേറ്റം ശക്തമാണ്. 2-3 ദിവസമായി, കുറച്ച് ദിവസമായി ഈ കാലാവസ്ഥ കൂടിയിട്ട്. അപ്പം ഇങ്ങനെ ഇവർ 2 വീട്ടുകാരാണ് പേടിക്കും. അപ്പോൾ ഇവർക്ക് ഒരു 10 ലക്ഷം പാസ്സായിന് വീട് മാറി താമസിക്കാൻ. അപ്പോൾ ഈ 10 ലക്ഷത്തിലൊന്നും പിശിരിശിന് 10 ലക്ഷം കൊടുത്തിട്ട് സ്വന്തം സ്ഥലം വാങ്ങി വീട് കെട്ടി കൊടുക്കാനുള്ള സൗകര്യം അവസ്ഥയിലില്ല. 10 ലക്ഷം തേയുന്നില്ല. ഒരു 15-20 ലക്ഷം വീട്ടിയാലേ ആ പണി പൂർത്തിയാക്കാൻ പറ്റൂ. ഇപ്പോൾ വീട് പകുതിയിലുള്ളതാണ് അവർക്ക്. അതുകൊണ്ട് ഇവർക്ക് വീട് മാറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളം പൊങ്ങി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ജില്ലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.